ചായ കുടി മുതൽ വലിയ ഷോപ്പിങ്ങിന് വരെ UPI ആണ് നമ്മളിൽ മിക്കവരും ഉപയോഗിക്കുന്നത്. ശരിക്കും അതില്ലാതെ പറ്റില്ല എന്ന അവസ്ഥ എത്തിയപ്പോഴാണ് കേന്ദ്ര സർക്കാർ പുതിയൊരു ബില്ലുമായി എത്തിയത്. UPI റുപേ ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാൻ ബാങ്കുകളെയും പേയ്മെന്റ് സേവന ദാതാക്കളെയും അനുവദിക്കുന്ന ബിൽ ലോക്സഭയിൽ ചർച്ച പോലുമില്ലാതെയാണ് കേന്ദ്ര സർക്കാർ പാസാക്കിയെടുത്തത്. ഇതോടെ UPI പേയ്മെന്റ് നടത്തുന്നതിന് ഫീസ് കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്ക സജീവമായിരിക്കുകയാണ്. ഫീസുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നുണ്ടെങ്കിലും അതിലും ഗൗരവതരമായൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. UPI ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്നാണ് അത് പറയുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. UPI ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിന് പിന്നിൽ ട്രംപിന് പങ്കുണ്ടോ? ഇതേക്കുറിച്ച് അറിയണമെങ്കിൽ ഇന്ത്യയുടെ UPI സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയേണ്ടതുണ്ട്. UPIക്ക് മുൻപ് മിക്ക ഡിജിറ്റൽ പേയ്മെന്റുകളും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളെ ആശ്രയിച്ചായിരുന്നു നടന്നിരുന്നത്. ഒരു ഉപഭോക്താവ് കാർഡ് ഉപയോഗിച്ച് പണം അടയ്ക്കുമ്പോഴെല്ലാം വ്യാപാരിക്ക് അഥവാ മെർച്ചന്റിന് ഒരു ഫീസും നൽകണമായിരുന്നു. അതിനെ മെർച്ചന്റ് ഡിസ്കൗണ്ട് നിരക്ക് അല്ലെങ്കിൽ MDR എന്നാണ് വിളിച്ചിരുന്നത്. അതത് ബാങ്കുകൾക്കോ വിസ, മാസ്റ്റർ കാർഡ് പോലുള്ള കാർഡ് നെറ്റ്വർക്കുകൾക്കോ ആയിരുന്നു ഈ പണം ലഭിച്ചിരുന്നത്. എന്നാൽ UPI വന്നതോടെ ഈ മോഡലിനെയെല്ലാം അത് അടിമുടി മാറ്റിമറിച്ചു. മിക്ക UPI ഇടപാടുകളും വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും സൗജന്യമായതിനാൽ ആളുകൾ കാർഡ് പേയ്മെന്റ് സംവിധാനത്തിൽ നിന്ന് പതിയെ അകലാൻ തുടങ്ങി. അവരെല്ലാം കൂട്ടമായി UPIയിലേക്ക് തിരിയുകയും ചെയ്തു. ഇതോടെ വിസ, മാസ്റ്റർ കാർഡ് പോലുള്ള അമേരിക്ക ആസ്ഥാനമായുള്ള ആഗോള കാർഡ് നെറ്റ്വർക്ക് കമ്പനികൾക്കുണ്ടായത് അചിന്തനീയമായ നഷ്ടമായിരുന്നു. കാരണം അവർക്ക് കൈമോശം വന്നത് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഡിജിറ്റൽ പേയ്മെന്റ് വിപണികളിൽ ഒന്നിനെയായിരുന്നു. ഇവിടെയാണ് അമേരിക്ക ചിത്രത്തിലേക്ക് വരുന്നത്. വർഷങ്ങളായി ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് ആവാസ വ്യവസ്ഥയായ UPI റുപേ പോലുള്ള ആഭ്യന്തര പ്ലാറ്റ്ഫോമുകളെ അമേരിക്കൻ ഭരണകൂടങ്ങൾ എതിർത്തിരുന്നു. അവർക്ക് അന്യായമായ നേട്ടമുണ്ടാക്കി കൊടുക്കുകയാണ് ഇന്ത്യൻ സർക്കാർ ചെയ്യുന്നത് എന്നായിരുന്നു അമേരിക്കയുടെ വാദം. വാർഷിക വ്യാപാര റിപ്പോർട്ടുകളിൽ US ട്രേഡ് പ്രതിനിധി ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് നയങ്ങളെ ഒരു വ്യാപാര തടസ്സമായി പോലും ആവർത്തിച്ച് വിശേഷിപ്പിച്ചിരുന്നു. അമേരിക്കൻ പേയ്മെന്റ് കമ്പനികൾക്കുണ്ടാകുന്ന നഷ്ടമായിരുന്നു അമേരിക്കയുടെ പ്രധാന പ്രശ്നം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ UPI പേയ്മെന്റുകൾക്കും ഫീസ് ഈടാക്കാൻ അനുവദിക്കുന്ന ബില്ലുമായി രംഗത്തെത്തുന്നത്. നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ചർച്ചകൾ നടക്കുകയാണ് എന്നതും നാം ഇതോട് ചേർത്ത് വായിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി തെളിഞ്ഞു വരും. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിർദ്ദിഷ്ട ഭേദഗതി പ്രകാരം ബാങ്കുകൾക്കും പേയ്മെന്റ് സേവനദാതാക്കൾക്കും UPI റുപേ ഡെബിറ്റ് കാർഡ് ഇടപാടുകളിൽ നിന്ന് ഫീസ് ഈടാക്കാം. ഇത് ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നതെങ്കിലും പതിയെ വ്യാപാരിക്ക് മേലുള്ള ഭാരം ഉപഭോക്താവിലേക്ക് കൈമാറപ്പെടുമെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളുടെ തദ്ദേശീയ പേയ്മെന്റ് സംവിധാനങ്ങളെ ഇതാദ്യമായല്ല അമേരിക്ക എതിർക്കുന്നത്. ബ്രസീലിന്റെ പിക്സ് പേയ്മെന്റ് സംവിധാനം, ഇന്തോനേഷ്യയുടെ നാഷണൽ പേയ്മെന്റ് ഗേറ്റ്വേ, വിയറ്റ്നാമിന്റെ ഡൊമസ്റ്റിക് പേയ്മെന്റ് നെറ്റ്വർക്ക് എന്നിവയെല്ലാം അമേരിക്ക എതിർത്തിരുന്നു. അമേരിക്കൻ പേയ്മെന്റ് കമ്പനികളെ ഇവയെല്ലാം ദോഷകരമായി ബാധിക്കുന്നു എന്നതായിരുന്നു അമേരിക്ക അതിനു പറഞ്ഞ ന്യായം. നിലവിൽ UPI ഫീസിൽ നിന്ന് മുക്തമാണെങ്കിലും അമേരിക്കയുമായുള്ള ചർച്ചകൾ പുരോഗമിക്കവേ എന്താകും അതിന്റെ ഭാവി എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.